നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. മഴ കലിതുള്ളി തന്നെയാണ് പെയ്തിറങ്ങുന്നത്. വളരെയധികം ജാഗ്രത പാലിക്കുക എന്നുള്ളത് ആവർത്തിച്ച് പറയുകയാണ്. ഇതിനോടകം തന്നെ 2 ദിവസത്തിനുള്ളിൽ കേരളത്തിൽ പലയിടത്തുമായി സംഭവിച്ച വ്യാപക നാശനഷ്ടത്തെക്കുറിച്ചുള്ള വാർത്തകൾ തന്നെയാണ് ഈ നിമിഷം പുറത്തുകൊണ്ടിരിക്കുന്നത്. മരവും വീടും ഒക്കെ തന്നെ കടപുഴകി വീഴുന്ന കാഴ്ച, ജനജീവിതമാകെ ദുസ്സഹമാകുന്ന കാഴ്ച. ഇനി മഴ ഇത്തരത്തിൽ ചെറിയ സമയത്തിനുള്ളിൽ കൂടുതൽ മഴ പെയ്തിറങ്ങി കഴിഞ്ഞാൽ പ്രളയസമാനമായ സാഹചര്യമുണ്ടാകുമെന്ന ഭീതി ഇപ്പം തന്നെ മുന്നിൽ നിൽക്കുന്നുണ്ട്. 16 വർഷത്തിനിടയിൽ ആദ്യമായി തന്നെ നേരത്തെ കാലവർഷം എത്തിയിരിക്കുന്നു. പലയിടങ്ങളിലുമായി മഴയുടെ രൗദ്രഭാവമാണ് കാണാൻ സാധിക്കുന്നത്. മിന്നൽ ചുഴലിയടക്കം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നുവെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. 1.5 മാസം പ്രായമായ കുഞ്ഞു മുതൽ ആബാലവൃദ്ധം ജനങ്ങൾക്ക് ഈ മഴയുമായി ബന്ധപ്പെട്ട് പല രീതിയിലുള്ള അപകടങ്ങൾ തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. സംസ്ഥാനത്ത് മഴയും കാറ്റും ഇനിയും ഇങ്ങനെ തന്നെ തുടരുമെന്നാണ് കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. 5 ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് നിലവിൽ റെഡ് അലർട്ട് ഉള്ളത്. അതിതീവ്രമായ മഴയ്ക്കുള്ള സാധ്യതയാണ് ഇവിടങ്ങളിൽ പ്രവചിച്ചിരിക്കുന്നത്. 24 മണിക്കൂറിൽ 204 മില്ലിമീറ്ററിൽ കൂടുതൽ മഴ ലഭിക്കുമെന്നുള്ളത് കൊണ്ടാണ് അതിതീവ്ര മഴ എന്നതിനെ വിശേഷിപ്പിക്കുന്നത്. ബാക്കിയുള്ള 9 ജില്ലകളിലും ഓറഞ്ച് അലർട്ട് മുന്നറിയിപ്പാണ്. അതുപോലെ തന്നെ നാളെയും കനത്ത മഴ പെയ്യുമെന്ന പ്രവചനം നിലനിൽക്കുന്നുണ്ട്. തിരുവനന്തപുരത്തും കൊല്ലത്തും ആലപ്പുഴയും ഒഴികെ ബാക്കി എല്ലാ ജില്ലകളിലും റെഡ് അലർട്ട് തന്നെയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ ഓറഞ്ച് അലർട്ടുമുണ്ട്. സംസ്ഥാനത്ത് കാലവർഷം ശക്തി പ്രാപിച്ചതോടെ വിവിധ ജില്ലകളിൽ ഉണ്ടായിരിക്കുന്ന നാശനഷ്ടങ്ങൾ തിട്ടപ്പെടുത്താൻ പോലും കഴിയാത്ത അവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു. അതിതീവ്ര മഴ ഇപ്പോഴും പെയ്തുകൊണ്ടിരിക്കുന്നു. ചെറുതുരുത്തിയിൽ ഓടുന്ന ട്രെയിനിന് മുകളിൽ മരം വീണൊരു വാർത്ത ഇക്കൂട്ടത്തിൽ ലഭിക്കുന്നതാണ്. പലയിടങ്ങളിലായി, പല ജില്ലകളിലായി 10-ലധികം വീടുകളിലാണ് മരം വീണ് തകർന്നിരിക്കുന്നത്. ആലപ്പുഴ, തൃക്കുന്നപ്പുഴ അടക്കം പലയിടത്തും കടൽക്ഷോഭം രൂക്ഷമായ വാർത്തയും കിട്ടുന്നുണ്ട്. തൃശൂർ അരിമ്പൂർ കോൾ പാടശേഖരത്തിൽ മിന്നൽ ചുഴലി ഉണ്ടായതായിട്ടുള്ള റിപ്പോർട്ടും ലഭിക്കുന്നുണ്ട്. ചുഴലിയെ തുടർന്ന് പമ്പ് ഹൗസ് തകർന്നതായിട്ടുള്ള വിവരം ലഭിക്കുന്നു. മോട്ടോർ ഷെഡിന്റെ മേൽക്കൂരയടക്കം പറന്നുപോയി. ട്രസ്റ്റ് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഇരുമ്പ് ഫ്രെയിമുകൾ കാറ്റിൽ ഇളകിത്തെറിക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. ഇന്ന് രാവിലെ ഏകദേശം ഒരു 10 മണിയോടുകൂടിയായിരുന്നു 100 ഏക്കർ വരുന്ന തോട്ടുപുര പാടശേഖരത്തിലെ മോട്ടോർ പുരയ്ക്ക് ഇങ്ങനെ ഒരു വലിയ നാശനഷ്ടമുണ്ടായത്. ഇടുക്കി മലങ്കര അണക്കെട്ടിന്റെ ഷട്ടറുകൾ മുന്നറിയിപ്പൊന്നും തന്നെ ഇല്ലാതെ തുറക്കേണ്ട സാഹചര്യം പോലും ഇരുന്നു. അതായത് വൃഷ്ടിപ്രദേശത്ത് മഴ ശക്തമായി തന്നെ പെയ്തിറങ്ങുന്നതുകൊണ്ട് ഡാമുകളിൽ ജലനിരപ്പ് ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. മലപ്പുറം മുതൽ കാസർഗോഡ് വരെ അങ്ങനെ 5 ജില്ലകളിൽ റെഡ് അലർട്ട് അതേപോലെ തന്നെ തുടരുന്നുണ്ട്. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇനിയുള്ള 5 ദിവസത്തേക്ക് നൽകിയിരിക്കുന്ന സൂചനകൾ വ്യക്തമായി മനസ്സിലാക്കി തന്നെ ആയിരിക്കണം മുന്നോട്ട് പോകേണ്ടത്. 25-ാം തീയതി മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. 26-ാം തീയതി പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും റെഡ് അലർട്ടാണ്. ഇനി 25-ാം തീയതി തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ 26-ാം തീയതിയും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. 27-ാം തീയതി പത്തനംതിട്ട, ഇടുക്കി, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. 28-ാം തീയതി കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും ഓറഞ്ച് അലർട്ടാണ്. 29-ാം തീയതി കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇനി 27-ാം തീയതി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ യെല്ലോ അലർട്ടുണ്ട്. 28-ാം തീയതി തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിലും യെല്ലോ അലർട്ടുണ്ട്. 29-ാം തീയതി തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇനിയുള്ള 3 മണിക്കൂർ കേരളത്തിലെ തിരുവനന്തപുരം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ ഇടത്തരം മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് പ്രവചിച്ചിരിക്കുന്നത്. ഒപ്പം മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനുള്ള പ്രവചന സാധ്യതയും പുറത്തുവിട്ടിട്ടുണ്ട്. കൊല്ലം ജില്ലയിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടത്തരം മഴയ്ക്കും മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു. കോഴിക്കോട് ജില്ലയിലെ കോരപ്പുഴയുടെ കരയിലുള്ളവർ വളരെയധികം ജാഗ്രത പാലിക്കാനുള്ള മുന്നറിയിപ്പും ഇക്കൂട്ടത്തിൽ തന്നെ ലഭ്യമാവുകയാണ്. കാരണം ഏലത്തൂർ പുഴയുടെ ജലനിരപ്പ് ഉയരുന്നതുകൊണ്ട് തന്നെ മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. സംസ്ഥാന ജലസേചന വകുപ്പിന്റെ കൊള്ളിക്കൽ സ്റ്റേഷനിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന ഘട്ടത്തിൽ കോരപ്പുഴയുടെ കരയിൽ താമസിക്കുന്നവർ ഏറെ ജാഗ്രത പുലർത്തി വേണം മുന്നോട്ട് പോകേണ്ടത്. പ്രത്യേകിച്ച് എടുത്തു പറയുകയാണ്, ഒരു കാരണവശാലും നദികളിലൊന്നും തന്നെ ഇറങ്ങാനോ നദി മുറിച്ചു കടക്കാനോ ഈ മഴ സമയത്ത് പാടുള്ളതല്ല.
തീരത്തോട് ചേർന്ന് താമസിക്കുന്നവർ, തീരദേശവാസികൾ വളരെ ജാഗ്രത പാലിക്കുക. കാരണം അധികൃതർ ഏതെങ്കിലും തരത്തിലുള്ള നിർദ്ദേശം നൽകി കഴിഞ്ഞാൽ പ്രളയസാധ്യതയുള്ള ഇടങ്ങളിൽ നിന്ന് മാറി താമസിക്കാനടക്കം നിങ്ങൾ തയ്യാറാവുക എന്നുള്ളതാണ് മുന്നറിയിപ്പിൽ പറയുന്നത്. ഒപ്പം തന്നെ തൃശ്ശൂർ ജില്ലയിലാണ് വലിയ തോതിലുള്ള നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. തൃശ്ശൂർ ചന്ദ്രാപിന്നി പപ്പട നഗറിൽ വെള്ളം കയറിയതായിട്ടുള്ള റിപ്പോർട്ടാണ്. കനത്ത മഴ മൂലം വെള്ളം കയറിയെന്ന റിപ്പോർട്ട് രാവിലെ തന്നെ ലഭിക്കുന്നുണ്ട്. 30-ലധികം വീടുകളാണ് ഇത്തരത്തിൽ വെള്ളത്തിലായിരിക്കുന്നത്. തുടർച്ചയായി പെയ്തുകൊണ്ടിരിക്കുന്ന മഴയിൽ തോട് കരകവിഞ്ഞൊഴുകുകയാണ് ചെയ്തത്. വീടുകൾ അങ്ങനെ വെള്ളത്തിലായി. ദേശീയപാത ചന്ദ്രാപിന്നി ബൈപ്പാസ് നിർമ്മാണത്തെ തുടർന്നും വെള്ളം ഒഴുകിപ്പോകുന്ന തോടുകൾ അടഞ്ഞു കിടക്കുന്നതുമൊക്കെ ഈ വെള്ളക്കെട്ടിന് കൂടുതൽ ശക്തി പകർന്നു. തൃശൂർ ചെറുതുരുത്തിയിൽ ഓടിക്കൊണ്ടിരുന്ന ട്രെയിനിലേക്കാണ് മരക്കൊമ്പ് വീണത്. ജാംനഗറിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് പോവുകയായിരുന്ന ട്രെയിനിന് മുകളിലാണ് ഇത്തരത്തിൽ മരക്കൊമ്പ് വീണ്. വലിയൊരു അപകടമാണ് തലനാഴിരയ്ക്ക് രക്ഷപ്പെട്ടിരിക്കുന്നത്. 10:30 രാവിലെ ആയിരുന്നു ഈ അപകടമുണ്ടായത്. 1 മണിക്കൂർ നേരം ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ടു. തൃശൂർ കരിയാട്ടുകരയിൽ വീടിന് മുകളിൽ തെങ്ങ് വീണ ഒരു വാർത്തയും ഇക്കൂട്ടത്തിൽ തന്നെ പുറത്തു വരുന്നുണ്ട്. പുഴയ്ക്കൽ മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ ഗോപിയുടെ വീടിന് മുകളിലാണ് മരം വീണത്. വീടിന്റെ 2ാമത്തെ നിലയിലേക്ക് വീടിന്റെ പുറകിലായി നിന്ന മരം വീഴുകയായിരുന്നു ചെയ്തത്. അതുപോലെ തന്നെ വയനാട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വയനാട്ടിലെ വൈത്തിരി ഫെസ്റ്റ് മഴ ശക്തി പ്രാപിച്ച സാഹചര്യത്തിൽ അവസാനിപ്പിച്ചു നിർത്തിവെച്ചിരിക്കുകയാണ്. ഈ മാസം 31 വരെയായിരുന്നു ഫെസ്റ്റ് നടത്തേണ്ടിയിരുന്നത്. അത് ഈ മാസം 31 വരെ നിർത്തിവെച്ചിരിക്കുകയാണ്. മുത്തങ്ങയിൽ വൈദ്യുതി പോസ്റ്റ് തകർന്ന് റോഡിന് കുറുകെ മരം വീണൊരു വാർത്ത ലഭിക്കുന്നുണ്ട്. അപകടം നടക്കുന്ന സമയത്ത് കടന്നുപോകാനായി ശ്രമിച്ച KSRTC ബസ്സും അല്പനേരം മരത്തിനിടയിൽ കുടുങ്ങിയ വാർത്ത കിട്ടുന്നുണ്ട്. സുൽത്താൻ ബത്തേരിയിൽ മരക്കൊമ്പ് പൊട്ടി വീണ ഒരു വിദ്യാർത്ഥിനിക്ക് പരിക്ക് സംഭവിച്ചിട്ടുണ്ട്. കെണിച്ചിറ പുരമടത്തിൽ സുരേഷിന്റെ മകൾ നമിതയ്ക്കാണ് ഇങ്ങനെ പരിക്ക് സംഭവിച്ചത്. വയനാട്ടിൽ NDRFന്റെ 28-അംഗ സംഘമാണ് എത്തിയിരിക്കുന്നത്. പ്രത്യേകിച്ച് വയനാടിനെ സംബന്ധിച്ച് വളരെ ശ്രദ്ധയോടുകൂടിയാണ് ഇപ്പോഴത്തെ ഈ മഴയെ നോക്കിക്കാണുന്നത്. മഴയിൽ മടക്കിമല ഗവൺമെന്റ് സ്കൂളിന്റെ ചുറ്റുമതിൽ 20 മീറ്ററോളം ഇടിഞ്ഞു വീണ വാർത്തയും കിട്ടുന്നുണ്ട്. ഒപ്പം ഇടുക്കിയിൽ പാമ്പാടുംപാറയിൽ മരം വീണ് ഒരു തൊഴിലാളിയായ സ്ത്രീ മരണപ്പെട്ടിട്ടുണ്ട്. മധ്യപ്രദേശ് സ്വദേശി മാലതിയാണ് മരണപ്പെട്ടത്. രാമക്കൽമേട് തേവാളപ്പടിയിൽ അതിശക്തമായ മഴ ഉണ്ടായത് മൂലം കാറിന് നിയന്ത്രണം നഷ്ടപ്പെട്ട് മറിഞ്ഞുപോയൊരു വാർത്തയും ലഭിക്കുന്നു. കാറിലുണ്ടായിരുന്നവർ രക്ഷപ്പെട്ടിട്ടുണ്ട്. വൈദ്യുതി പോസ്റ്റിലേക്കാണ് കാർ ഇടിച്ചു കയറി തല കീഴായി മറിഞ്ഞത്. ദേശീയപാത നവീകരണം നടക്കുന്ന അടിമാലി കരടിപ്പാറ മേഖലയിലൊക്കെ മണ്ണിടിച്ചിൽ വ്യാപകമാണ്. മൂന്നാറിലേക്കുള്ള വാഹനങ്ങളൊക്കെ ഇരുട്ടുകാനം വഴി തിരിഞ്ഞു പോകാനുള്ള നിർദ്ദേശം ഒരു ഭാഗത്ത് നൽകുന്നുണ്ട്. മണ്ണിടിഞ്ഞിരിക്കുന്ന മേഖലയിലൊക്കെ മണ്ണ് മാറ്റാനുള്ള ശ്രമവും നടത്തുന്നുണ്ട്. എറണാകുളം ജില്ലയും സമാനമായ രീതിയിൽ തന്നെയാണ്. ഭൂതത്താൻകെട്ട് ഡാമിന്റെ 4 ഷട്ടറുകളാണ് മഴ ശക്തമായതോടെ ഉയർത്തിയിരിക്കുന്നത്. സെക്കൻഡിൽ 2 ലക്ഷം ലിറ്റർ വെള്ളമാണ് പുറത്തേക്കായി ഒഴുക്കുന്നത്. അതുകൊണ്ട് തന്നെ പെരിയാറിന്റെ തീരത്തുള്ളവർ ഏറെ ജാഗ്രത പാലിക്കുക എന്നുള്ള മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞിരിക്കുന്നു. കണ്ണൂരിൽ ആലക്കോട് 2 വീടുകളാണ് കനത്ത മഴ മൂലം തകർന്നതായിട്ടുള്ള റിപ്പോർട്ട് മാധ്യമങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത്. ആർക്കും പരിക്ക് സംഭവിച്ചതായിട്ടുള്ള വിവരം ലഭിക്കുന്നില്ല. പുലർച്ചെ 2 മണിയോടെയാണ് ഇങ്ങനെ ഒരു അപകടമുണ്ടായത്. കണ്ണൂർ കുപ്പത്ത് ദേശീയപാതയിൽ കൂടുതൽ മേഖലയിൽ ഇങ്ങനെ മണ്ണിടിച്ചിലുണ്ടായി. മണ്ണിടിഞ്ഞ് റോഡിലേക്ക് വീഴുകയാണ് ചെയ്തത്. രാത്രി മണ്ണിടിഞ്ഞതിനെ തുടർന്ന് ഇന്നലെ ദേശീയപാതയിൽ ഗതാഗതം തടസ്സപ്പെടുത്തിയിട്ടുണ്ട്. മലപ്പുറത്ത് പൊന്നാനിയിലാണ് കടലാക്രമണം രൂക്ഷമായിരിക്കുന്നത്. മുൻകരുതൽ നടപടി എന്നതിന്റെ ഭാഗമായി തീരദേശ മേഖലയുമായി ചേർന്ന് താമസിച്ചിരുന്ന 5 കുടുംബങ്ങളെയാണ് മാറ്റി പാർപ്പിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ മലപ്പുറം ചോലക്കുട്ടിയിൽ ശക്തമായ മണ്ണിടിച്ചിൽ സംഭവിച്ച ഒരു വാർത്തയും പുറത്തു വരുന്നുണ്ട്. ഒരു വീട് പൂർണ്ണമായും തകർന്നു. 2ഓളം വീടുകൾ ഭാഗികമായി തകർന്ന റിപ്പോർട്ടും പുറത്തു വരുന്നുണ്ട്. നിർമ്മാണത്തിലിരിക്കുന്ന പണി പൂർത്തിയായൊരു വീടാണ് തകർന്നത്. അതിന് സമീപത്തെ വീട്ടിലെ ഒരു സ്ത്രീക്ക് കാലിന് പരിക്ക് സംഭവിക്കുകയും ചെയ്തു. പത്തനംതിട്ട ജില്ലയിലും വ്യാപക നാശനഷ്ടം തന്നെയാണ് ശക്തമായ കാറ്റിലും മഴയിലും ഉണ്ടായിരിക്കുന്നത്. പമ്പ ചാലക്കയം റോഡിലും വടശ്ശേരിക്കര ചിറ്റാർ റോഡിലും മരങ്ങൾ വീണ് ഏറെ നേരമാണ് ഗതാഗതം തടസ്സപ്പെട്ടത്. പ്ലാപ്പള്ളി ആങ്ങമൂഴി റോഡിൽ മരം കാറിന് മുകളിലാണ് വീണത്. യാത്രക്കാർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു എന്ന് പറയുന്നതാണ് ഏറ്റവും ഉചിതമായിട്ടുള്ള കാര്യം. ഇനി കൊല്ലം ജില്ലയിലേക്ക് വരികയാണെങ്കിൽ കിഴക്കൻ മലയോര മേഖലയിലും നഗരപ്രദേശങ്ങളിലും ഇടവിട്ടുകൊണ്ട് ശക്തമായ മഴ പെയ്തിറങ്ങുകയാണ്. ഇന്നലെ രാത്രി പുനലൂർ കോട്ടവട്ടം സ്വദേശി ജോസിന്റെ വീടിന് മുകളിലേക്ക് ഒരു തേക്ക് മരം ഒടിഞ്ഞു വീണ വാർത്ത ലഭിക്കുന്നുണ്ട്. പരിക്കൊന്നും തന്നെ സംഭവിച്ചില്ല. അതുപോലെ തന്നെ കൊട്ടാരക്കരയിലും സമാനമായി വീടിന് മുകളിൽ മരം വീണിട്ടുണ്ട്. വീട്ടിൽ ആളില്ലാത്തതുകൊണ്ട് വലിയൊരു അപകടമാണ് ഇത്തരത്തിൽ ഒഴിവായത്. അതുപോലെ തന്നെ ഏരൂരിൽ മരം വീണ് 2 വീടുകൾക്ക് നാശനഷ്ടമുണ്ടായിരുന്നു. നെട്ടയം സ്വദേശികളായ ബാലന്റെയും സതിയുടെയും വീടുകൾക്ക് മുകളിലാണ് ഇത്തരത്തിൽ മരം വീണത്. വീടുകളുടെ മേൽക്കൂര തകർന്നു. കുളത്തൂപ്പുഴയിലും മരം കടപുഴകി വീണ് തകർന്ന ഒരു വാർത്ത ലഭിക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ആലപ്പുഴ ജില്ലയിലും സമാനമായി തന്നെ 2 ഇടങ്ങളിലായി മരം വീണ് വീട് തകർന്നു. കുറുങ്ങാട് റംലത്തിന്റെ വീടാണ് രാത്രിയിൽ തകർന്നത്. കുടുംബാംഗങ്ങൾക്ക് സാരമായ പരിക്കുണ്ട്. ഒപ്പം പാലക്കാടും കനത്ത മഴ പെയ്യുന്നുണ്ട്. കുളപ്പുള്ളി പാതയിൽ ഒറ്റപ്പാലം കിഴക്കത്തോട് പാലത്തിൽ മണ്ണിടിച്ചിൽ
വാർത്ത പുറത്തു വരുന്നുണ്ട്. ഒറ്റപ്പാലത്ത് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി കഴിഞ്ഞു. ഒറ്റപ്പാലത്ത് നിന്നും മലപ്പുറം ഭാഗത്തേക്ക് പോകുമ്പോൾ പാലത്തിന്റെ ഇടതു ഭാഗത്താണ് മണ്ണിടിച്ചിൽ സംഭവിച്ചത്. ഇന്നലെ അർദ്ധരാത്രി ഒറ്റപ്പാലം MLA ഉൾപ്പെടുന്ന നിരവധി ആളുകൾ സംഭവ സ്ഥലത്തേക്ക് എത്തി ഗതാഗത നിയന്ത്രണ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. കോഴിക്കോടും വീടിന്റെ സംരക്ഷണ ഭിത്തി മറ്റൊരു വീട്ടിലേക്ക് ഇടിഞ്ഞു വീണ് നവജാത ശിശുവിന് പരിക്കേറ്റതാണ് ഏറ്റവും വേദനാജനകമായ മറ്റൊരു വാർത്ത. കോഴിക്കോട് മലപ്പുറം ജില്ലയുടെ അതിർത്തി മേഖലയായ വാലില്ലാപ്പുഴയിൽ ഇന്ന് പുലർച്ചയോടെയാണ് ഇങ്ങനെ ഒരു അപകടമുണ്ടായത്. അൻഹക് എന്ന 1.5 വയസ്സുകാരനാണ് അപകടം സംഭവിച്ചത്. കുഞ്ഞിനെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അത്യാഹിത വിഭാഗത്തിലേക്ക് പ്രവേശിപ്പിച്ചിട്ടുണ്ട്. നാട്ടുകാരുടെ സഹായം കൊണ്ട് വീട് പണി പൂർത്തിയായി ദിവസങ്ങൾക്കകം ഗൃഹപ്രവേശം നടക്കേണ്ടിയിരുന്ന വീടിന്റെ സംരക്ഷണ ഭിത്തിയാണ് ഇത്തരത്തിൽ ഇടിഞ്ഞു വീണിരിക്കുന്നത്. കുഞ്ഞിന്റെ പരിക്ക് സാരമുള്ളതല്ലെന്നാണ് ലഭിക്കുന്ന വിവരം. അതുപോലെ തന്നെ തോട്ടുമുക്കും പുൽപ്പാറയിലുമൊക്കെ സമാനമായി വീടിന്റെ സംരക്ഷണ ഭിത്തി തകർന്ന് വീണ് നാശനഷ്ടമുണ്ടായ വാർത്ത പുറത്തു വരുന്നുണ്ട്. ഇത്തരത്തിൽ നിരവധിയിടത്താണ് ഇതുപോലെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞും മണ്ണിടിച്ചിലുണ്ടായും മരം കടപുഴകി വീണുമൊക്കെ വീടിനും കാറിനും അതുപോലെ ജനങ്ങൾക്കുമൊക്കെ അപകടം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സംസ്ഥാനത്ത് ഇപ്പോൾ ശക്തമായ ഈ മഴ തുടരുന്ന സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പ് ജില്ലകൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി കഴിഞ്ഞു. ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജാണ് ഇക്കാര്യം പറഞ്ഞിരിക്കുന്നത്. ആശുപത്രികൾക്കും ജാഗ്രതാ നിർദ്ദേശം കൃത്യമായി നൽകുന്നുണ്ട്. കാലാവസ്ഥാ വ്യതിയാനം കാരണം നിരവധി പകർച്ചവ്യാധികൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വെള്ളം കയറാൻ സാധ്യതയുള്ള ആരോഗ്യ സ്ഥാപനങ്ങൾ ആവശ്യമായ ബദൽ ക്രമീകരണങ്ങൾ ഒരുക്കണം. മരുന്നുകളുടെ ലഭ്യത ഉറപ്പാക്കാൻ നേരത്തെ തന്നെ നിർദ്ദേശം നൽകി കഴിഞ്ഞു. ദുരിതാശ്വാസ ക്യാമ്പുകൾ മാർഗനിർദ്ദേശങ്ങൾ പാലിച്ചു തന്നെ പ്രവർത്തിക്കണമെന്നും പ്രത്യേകമായി മന്ത്രി വ്യക്തമാക്കുന്നു. ജലജന്യ രോഗങ്ങൾ ഉണ്ടാകാതിരിക്കാൻ തിളപ്പിച്ചാറ്റിയ വെള്ളം കുടിക്കാനാണ് ശ്രദ്ധിക്കേണ്ടത്. രോഗലക്ഷണങ്ങൾ കണ്ടാൽ ചികിത്സ തേടാനും മന്ത്രി അഭ്യർത്ഥന നൽകിയിട്ടുണ്ട്. മഴ തുടരുന്നത് കൊണ്ട് തന്നെ ഡെങ്കിപ്പനിക്കും എലിപ്പനിക്കുമൊക്കെ സാധ്യതയുണ്ട്. കൊതുക് കടി ഏൽക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കൊതുകിന്റെ ഉറവിടങ്ങൾ നശിപ്പിക്കാനുള്ള നടപടിയും വളരെ വേഗത്തിൽ സ്വീകരിക്കുക. എലിപ്പനി പ്രതിരോധം പ്രധാനമാണ്. ശുചീകരണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവർ ഗംബൂട്ട്, ഗ്ലൗസ് മുതലായ വ്യക്തിഗത സുരക്ഷാ മാർഗങ്ങൾ സ്വീകരിച്ച് വേണം മുന്നോട്ട് പോകേണ്ടത്. കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ ഇറങ്ങുന്നവർ കൈകാലുകൾ സോപ്പ് ഉപയോഗിച്ച് വൃത്തിയായി കഴുകണം. വെള്ളത്തിൽ ഇറങ്ങുന്നവർ നിർബന്ധമായും എലിപ്പനി പ്രതിരോധ ഗുളികയായ ഡോക്സിസൈക്ലിൻ കഴിക്കേണ്ടതാണ്. കെട്ടിനിൽക്കുന്ന വെള്ളത്തിൽ കുട്ടികൾ കുളിക്കുകയോ കളിക്കുകയോ ഒന്നും തന്നെ ചെയ്യുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക. വയറിളക്ക രോഗങ്ങൾ, മഞ്ഞപ്പിത്തം, ടൈഫോയിഡ് തുടങ്ങിയവ ഉണ്ടാകാതിരിക്കാനായി ശ്രദ്ധ പ്രത്യേകം പുലർത്തണം. മഞ്ഞപ്പിത്തം ബാധിച്ചവർ ഭക്ഷണം പാകം ചെയ്യുമ്പോൾ രോഗം പടരാൻ സാധ്യതയുള്ളതുകൊണ്ട് തന്നെ അവർ ഭക്ഷണം പാകം ചെയ്യാൻ പാടില്ല. അവർ സ്വയം സൂക്ഷിക്കുകയും മറ്റുള്ളവരോട് സമ്പർക്കം പുലർത്താതിരിക്കാനുമാണ് ഇപ്പോൾ ശ്രദ്ധിക്കേണ്ടത്. രോഗി ഉപയോഗിച്ച വസ്ത്രങ്ങളും മറ്റു വസ്തുക്കളും മറ്റുള്ളവരുമായി പങ്കിടരുത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.